സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ദേവി ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 22ാമത്തെ അധ്യായമാണ് ഇന്ന് അവലോകനം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ കർമ്മഫലങ്ങളനുസരിച്ച് ജീവൻ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള 28 നരകങ്ങളുടെ പേരുകളെയാണ് അവിടെ നാരായണ ഋഷി നാരദന് പറഞ്ഞുകൊടുത്ത് നിർത്തിയത്. നരക വർണ്ണന തുറന്നുകൊണ്ട് അടുത്ത ഈ 22ാമത്തെ അധ്യായത്തിൽ നാരദൻ്റെ ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഹേ ഋഷി, ഏതെല്ലാം കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങ് പറഞ്ഞ ഈ നരകപ്രാപ്തി അനിവാര്യമായി തീരുന്നത്? ഓരോ നരകത്തിലും പോകാൻ ജീവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് നാരദൻ പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പറയണത്. ഏതൊക്കെ പാപകർമ്മങ്ങൾ ചെയ്താൽ ഏതേത് നരകത്തിൽ പോകേണ്ടി വരും, എന്തൊക്കെ യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനെയാണ് പറഞ്ഞു കൊണ്ടുപോകുന്നത്. നാരായണ ഋഷി ഉത്തരം കൊടുക്കണു. യോ വൈ പരസ്യ വിത്താനി ധാരാപത്യാനി ചൈവഹി ഹരതേ സഹി ദുഷ്ടാത്മാ യമാനുചര ഗോചര. അന്യൻ്റെ ധനത്തെയും ഭാര്യാമക്കളെയും അപഹരിക്കുന്ന ദുഷ്ടന് മരിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരമായ യമകിങ്കരരെ അവനെ കാലപാശം കൊണ്ട് വരിഞ്ഞുകെട്ടി യാതന അനുഭവിക്കാൻ വേണ്ടി താമിശ്രം എന്നു പേരുള്ള നരകത്തിൽ കൊണ്ടുപോയിടും. പാശധാരികളായിട്ടുള്ള ഈ യമകിങ്കരന്മാരുടെ അടിയും മിടിയും പിന്നെ തൊഴിയുമേറ്റ് അത്യന്തം അവിടെ അവശനായിത്തീരും. ഹേ നാരദരെ, ആ പാപി ദണ്ഡനങ്ങളേറ്റ മൂർച്ഛിച്ചു വീഴും. ആരാണോ ഭർത്താവിനെ വഞ്ചിച്ച് പരതാരാദികളെ അനുഭവിക്കുന്നത് അവനെ യമകിങ്കരന്മാരെ അടുത്ത അന്ധതാമിശ്രം എന്ന് പറഞ്ഞ നരകത്തിലാണ് കൊണ്ടുപോയി വിടുക. അവൻ അവിടെ ദുസ്സഹമായിട്ടുള്ള വേദന അനുഭവിക്കണു. അപ്പോൾ തന്നെ അവൻ്റെ കണ്ണും പോകും എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയില്ലാതെ കണ്ടാവും, ബുദ്ധിയില്ലാതെ കണ്ടാവും. വേറെ അറ്റുപോയ മരം പോലെ അവൻ ഈ അന്ധതാമിശ്രം എന്ന് പറഞ്ഞ നരകത്തിൽ മറിഞ്ഞു വീണു. അതുകൊണ്ട് തന്നെയാണ് പുരാതനന്മാർ അതിനെ അന്ധതാമിശ്രം എന്ന് വിളിക്കണത്. ഞാൻ എൻ്റേത് എന്നു മാത്രം ചിന്തിച്ച് പരദ്രോഹം ചെയ്ത് നിത്യവും സ്വകുടുംബവും പുലർത്തുന്ന അവനവൻ്റെ കാര്യം ചെയ്യുന്ന അവൻ ശരീരം വെടിയുന്ന സമയത്ത് അവൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായിക്കൊണ്ട് എല്ലാവരും ഭയപ്പെടുന്നതായിട്ടുള്ള രൗരവം എന്ന നരകത്തിലാണ് പതിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഏതെല്ലാം പ്രാണികളെയാണോ അവൻ ദ്രോഹിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് രുരുക്കൾ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ജന്തുക്കളായിട്ട് ഈ രൗരവം എന്ന് പറയുന്നതായിട്ടുള്ള നരകത്തിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ പുരാണജ്ഞരായ വിദ്വാൻമാർ രൗരവം എന്ന് വിളിക്കുന്നത്. സർപ്പത്തേക്കാൾ ക്രൂരരായിട്ടുള്ള ജന്തുക്കളാണ് ഈ രുരുക്കൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മഹാരൗരവം എന്ന നരകത്തിൽ വീഴുന്ന മനുഷ്യൻ യാതന അനുഭവിക്കാനുള്ള ശരീരം ലഭിച്ചവനായി തീരണു. മാംസതീനികളായ രുരുക്കൾ അവയെ, ആ മാംസങ്ങളെ, ശരീരത്തെയെല്ലാം കാർന്നു തിന്നും. ക്രൂരനും മൂർഖനുമായ ഏത് മനുഷ്യനാണോ പശുപക്ഷാദികളെ നിർദ്ദയം കൊല്ലുന്നത് അവനെ യമകിങ്കരന്മാർ ബന്ധിക്കുകയും എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന കുംഭീഭാഗം എന്ന നരകത്തിൽ തള്ളിയിടുകയും ചെയ്യണു. അവൻ കൊന്ന മൃഗങ്ങൾക്ക് എത്ര രോമമുണ്ടായിരുന്നു അത്രയും 1000 വർഷം അവനെ ആ കുംഭിഭാഗത്തിൽ
ഇതേമാതിരി ഇടുന്നാ പറയണത് ആ നരകത്തിൽ. അപ്പോൾ എത്ര കാലം ആ നരകം കുംഭിഭാഗം അനുഭവിക്കണം എന്ന് ചോദിച്ചാൽ, കൊന്ന് തിന്നുന്നതായിട്ടുള്ള ആ മൃഗങ്ങൾക്ക് എത്ര രോമമുണ്ടായിരുന്നോ ശരീരത്തിൽ, അത്രയും കാലമാണത്ര ഈ തിളച്ച് മറിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള, എണ്ണ തിളച്ച് മറിഞ്ഞു കിടക്കുന്നതായ കുംഭിഭാഗം എന്ന നരകത്തിൽ അവരെ കൊണ്ടുപോയിടുക. പിതാക്കന്മാര്, ബ്രാഹ്മണരെ എന്നിവരെ ദ്രോഹിക്കുന്ന പാപിയെ തീയും വെയിലുമേറ്റ് തിളയ്ക്കുന്നതായിട്ടുള്ള കാലസൂത്രം എന്ന നരകത്തിൽ തള്ളിയിടും. വിശപ്പും ദാഹവും കൊണ്ട് ഉള്ളും പുറവും നീറും. ഇരിക്കും, കിടക്കും, പിടയും, പിന്നിയും നീക്കും, നിൽക്കും, ഓടും, ഇങ്ങനെ നരകിക്കും. അവിടെ ആപത്തുകളൊന്നുമില്ലാതിരിക്കെ ആരാണോ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്യധർമ്മം സ്വീകരിക്കുന്നത്, ആ പാപിയായ മനുഷ്യനെ ഈ യമദൂതന്മാർ പിടിച്ചു കൊണ്ടുപോയി അസിപത്രവനം എന്ന നരകത്തിൽ കൊണ്ടുപോയിടും. അവിടെ വെച്ച് ചാട്ടവാറുകൊണ്ട് അവനെ, ആ ജീവനെ അടിക്കും. എടുത്തെറിയപ്പെട്ട മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അടികൊള്ളുമ്പോൾ ഓടും. ഓടി ഒരറ്റത്തെത്തുമ്പോൾ മൂർച്ചയുള്ള വാളുകൊണ്ട് വെറ്റേറ്റ് സർവാംഗം മുറിഞ്ഞ് അയ്യോ ഞാൻ ചത്തേ, വേദനിക്കണേ, മരിച്ചേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് കുറേ കഴിയുമ്പോൾ മൂർച്ഛിച്ച് ബോധമെല്ലാം പോയി ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദുസ്സഹമായ വേദനയോടുകൂടി അവിടെ തന്നെ വീഴും എന്ന് പറയാണ്. സ്വധർമ്മം വെടിഞ്ഞ് അന്യധർമ്മത്തെ ആശ്രയിക്കുന്ന അല്പബുദ്ധിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കർമ്മഫലം ഇതാണ്. രാജാവോ രാജഭടനോ അന്യായമായി ഒരുവനെ ശിക്ഷിക്കുകയോ ബ്രാഹ്മണനെ ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്താൽ കഠിന നരകം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള പാപിയെ യമകിങ്കരന്മാർ സൂകരമുഖം എന്ന് പറഞ്ഞ നരകത്തിലാണ് കൊണ്ടുചെന്നിടുക. ശക്തരായിട്ടുള്ള യമഭടന്മാർ അവയവം മുഴുവൻ കരിമ്പ് പോലെ ഞെക്കിപ്പിഴിയും. ആർത്തനായി വിലപിച്ച് മൂർച്ഛിച്ചു വീഴും. ആ ജീവൻ പലതരത്തിൽ ഇങ്ങനെ പീഡിക്കപ്പെട്ടവനായി വേദന അനുഭവിക്കും. പരപീഡ ചെയ്യരുത് എന്നറിഞ്ഞിട്ടും പരപീഡയാണ് എന്ന് അറിയാതെ ഈശ്വര കൽപ്പിതമാവണ്ണം ജീവിക്കുന്ന പ്രാണികളെ ഹിംസിക്കുന്നവൻ അവൻ്റെ കർമ്മഫല സ്വരൂപമായിട്ടുള്ള നരകത്തിൽ വീഴാതിരിക്കില്ല. ആ നരകം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് പറയാണ്. അവിടെ വെച്ച് അവനെ ക്രൂരജന്തുക്കളും പക്ഷിമൃഗങ്ങളും ഇഴജന്തുക്കളും കൊതുക്, പേൻ, മൂട്ട തുടങ്ങിയ പ്രാണികൾ, ഈച്ചകൾ, പാമ്പുകൾ ഒക്കെ ഇരുട്ടത്ത് ഉപദ്രവിക്കുന്നുണ്ട്. ചിഞ്ഞു ഞാറുന്ന ശരീരവുമായി ഒരു ജന്തുവിനെ പോലെ ആ നരകത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയണം. അതേമാതിരി തനിക്കുള്ളത് എന്താണോ അത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് ആർക്കും വീതിച്ചു കൊടുക്കാതെ കാക്കയെപ്പോലെ ഒറ്റയ്ക്ക് തിന്നുന്നത് മഹാപാപിയായ ക്രൂരന്മാരായിട്ടുള്ള യമഭടന്മാരവനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക നിമിത്തം കൃമിഭോജനം എന്ന ഭീകര നഗരത്തിലാണ് കൊണ്ടുചെന്ന് തള്ളുക എന്ന് പറയുകയാണ്. 1,00,000 യോജന വിസ്താരമുള്ള ഭയങ്കരമായ കൃമികുണ്ഡത്തിൽ കൃമിരൂപം പ്രാപിച്ച കൃമികളാൽ ഭക്ഷിക്കപ്പെടുന്നവനായി അവിടെ കിടന്ന് നരകിക്കും എന്ന് പറയുകയാണ്. അന്യർക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്നവന് ഇങ്ങനെ ആ നരകത്തിൽ കിടക്കേണ്ടി വരും. രത്നമോ സ്വർണമോ ഇനി മറ്റുള്ളതൊക്കെ മോഷ്ടിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള നരകം എന്താണ് എന്നാണ് പിന്നീട് പറഞ്ഞു പോകുന്നത്.